തൃശ്ശൂരിലെയും ഒക്കെ പല CPM നേതാക്കൾക്കും വോട്ട്. ഇത്ര വലിയ ആനക്കാര്യമായിട്ട് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് കണ്ടാൽ വിചാരിക്കും. BJP ജില്ലാ പ്രസിഡന്റിന് പാലക്കാട് പാർട്ടി ഓഫീസിൽ വോട്ട്. MP ഗോവിന്ദൻ അവിടെ വോട്ട് അല്ല, MP ഗോവിന്ദനല്ല, പല മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ താമസിക്കുന്നത്, അവർ വോട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. വലിയ കാര്യമൊന്നുമല്ല. ഇല്ല, 2 ID കാർഡ് അവിടെ വോട്ടില്ലല്ലോ. അല്ല, ഒരു സ്ഥലത്ത് വോട്ട് ചേർത്താൽ, ഇപ്പം ഞാൻ നേരത്തെ എൻ്റെ സ്വന്തം സ്ഥലമായ ഉള്ളിയേരിയിൽ നിന്ന് കാസർഗോഡ് വോട്ട് ചേർത്തിരുന്നു, ഞാൻ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന കാലത്ത്. അപ്പോൾ എൻ്റെ വോട്ട് വെട്ടേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, 2 വോട്ടുണ്ടത്, ഞാനല്ല. അതിലൊന്നും ഒരു അർത്ഥമില്ല. ഇത് നേരത്തെ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് വോട്ടുകൾ വേറെ സ്ഥലത്ത് നിന്ന് ചേർത്തിട്ടാണ്, പൂരം കലക്കിയിട്ടാണ്. നിങ്ങൾ വഴി കണ്ടുപിടിക്കുകയാണ്. 23-ാം തീയതി പറയാനുള്ള കാര്യമാണ്, ഇന്നേ പറയേണ്ടിയിരുന്നില്ല കേട്ടോ. 23-ാം തീയതി പൂരം കലക്കിയത് പറയാനുള്ളതോ എന്തെങ്കിലും ഒന്ന് പറയാൻ ബാക്കി വെക്കണമായിരുന്നു, ഇന്നേ പറയേണ്ടിയിരുന്നില്ല. അതല്ലെങ്കിൽ 23-ാം തീയതി ആവർത്തിക്കാനാണ് തീരുമാനം. അല്ല, ആരാണ്, ഞങ്ങൾക്ക് എന്താ ബന്ധമില്ല. ചെറുതുരുത്തിയിൽ കാശില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ്. അല്ല, ചേലക്കരയിലും പാലക്കാടും അതൊന്നും കുഴപ്പമില്ല. ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ശരിയായ മുന്നേറ്റം ആര് നടത്തി എന്നുള്ളത് നമുക്ക് ബോധ്യമാവും. അല്ല, ഈ രീതിയിൽ ഈ പാർട്ടിക്ക് തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന്. EP-ക്ക് മാത്രമല്ലല്ലോ, ഈ പാർട്ടി തന്നെ തകർന്ന് തരിപ്പണാവുമല്ലേ. ചിഹ്നമില്ല. ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ ചിഹ്നമില്ല, പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചിഹ്ന ഭിന്നമാവും. പാർട്ടി തകർന്ന് തരിപ്പണമാവും. പാലക്കാട്ടല്ല, കേരളത്തിൽ മൊത്തത്തിൽ. ഞാൻ എപ്പോഴും ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്, ഒരു അവാർഡ് കൊടുത്ത് വിടാം. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അതിന് കാരണമുണ്ട്, ചരിത്രത്തിൻ്റെ യാദൃശ്ചികത. പിണറായിയിൽ തന്നെ തുടങ്ങി, പിണറായിയെ കൊണ്ട് തന്നെ അസ്തമിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇത് മാറും. അതിനുള്ള ആക്കം കൂട്ടുന്ന ഒരു വിധിയായിരിക്കും ഈ 23-ാം തീയതി വരാൻ പോകും. EP ജയരാജനോട് ചോദിക്കണം നിങ്ങൾ എന്താ ചിഹ്നത്തിൻ്റെ പേര് എന്നിട്ടോ. LDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിൻ്റെ പേര് 2 പേരോട് ചോദിക്കണം. ഒന്ന് EP-യോടും ചോദിക്കണം, ഒന്ന് ശിവൻകുട്ടിയോടും ചോദിക്കണം. കോൺഗ്രസിൽ എന്ത് ആചാരം? കാട്ടുവഴിക്ക് എന്ത് സംക്രാന്തി എന്ന് വെച്ചു. കോൺഗ്രസിനുണ്ട് ആചാരം. കോൺഗ്രസിന് എന്ത് ആചാരം? 100%. നിങ്ങൾക്ക് പലർക്കും അറ്റാക്ക് വരും, അതാണ് എനിക്കൊരു പേടി. നിങ്ങളെ പല റിപ്പോർട്ടർമാർക്കും മുതലാളിമാർക്കും അറ്റാക്ക് വരും. പിണറായി വിജയൻ തന്നെ വരികയല്ലേ, വരണം, കൂടുതൽ വെക്കണം. 6 പരിപാടിയാണ് പിണറായി വിജയൻ. അതിൽ വെക്കുന്നത് എത്ര? 6 4 ഒരു 16 എണ്ണം വെക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അധികം പ്രചാരണത്തിന് പോവാത്ത ഒരു മണ്ഡലം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി അധികം പ്രചാരണത്തിന് പോവാത്ത ഒരു മണ്ഡലം ഉണ്ടായിരുന്നുള്ളൂ. അതേതാണെന്നറിയോ? ഏതാ? ആലത്തൂർ. അതെ, ഇപ്പോൾ ഒരു തരി അവിടെ മാത്രമേ ഉള്ളൂ. അല്ല, ഞാനൊരു വസ്തുത പറഞ്ഞതാണ്, വ്യാഖ്യാനം നിങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണല്ലോ.